ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ ഇതുവരെ കരളിൽ പ്രിയ. ഹൈ ഗൈസ്, വെൽക്കം. 2 സെറ്റ് വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ല. കുറച്ച് ചെറിയ തിരക്കുകളായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നുപോയി. ഇപ്പോൾ പ്രമുഖ ഒരു മലയാളം യൂട്യൂബ് ചാനൽ ആക്കിയപ്പെട്ടു. അപ്പോൾ 2 ദിവസം അതൊക്കെ ഇങ്ങനെ കലങ്ങി തെളിയായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകണില്ല. എന്തായാലും എല്ലാവരും യൂട്യൂബ് ചാനലിലും എന്ത് ചെയ്യുക, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കൊടുത്തിട്ട് ഒന്ന് സെക്യൂറാക്കി വെക്കുക. പിന്നെ അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം, കാരണം പല ആൾക്കാരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ 3 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് പറഞ്ഞാൽ 80 ആളോ 100 ആളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ചെയ്ത വീഡിയോ വ്യൂവേഴ്സ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ ചങ്ങായിക്ക് എന്താ അത് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വെറും 100-200 ആൾക്കാരായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നെ മുമ്പ് ഞാൻ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആഡ്സെൻസിൻ്റെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് 2016 എനിക്ക് പുതിയൊരു ആഡ്സെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്തതാണ്. 2 മണിക്കൂർ കൊണ്ട് എനിക്ക് അന്ന് ആഡ്സെൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അതിൽ കുറച്ച് ഫിലിമിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 2 വീഡിയോ പിന്നെ കോപ്പിറൈറ്റ് പ്രശ്നമൊക്കെ ആയിട്ട് അത് പോയി. അങ്ങനെ കോപ്പിറൈറ്റും കമ്മ്യൂണിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കയറിക്കൂടിയ കുറച്ച് ആൾക്കാരാണ് ഈ 3000 ആൾക്കാർ കൂടുതലും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഫിലിമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഞാൻ യൂട്യൂബിൻ്റെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാണോ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യൂവേഴ്സ് കമ്മിയായിട്ടുള്ളത്. തീർച്ചയായിട്ടും കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കൊക്കെ പോവാണ്. കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ് വ്യൂവേഴ്സ് ഇല്ലാത്തത്, എങ്ങനെ വ്യൂവേഴ്സ് ഇല്ല, എന്താണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നിട്ടൊന്നും ആൾക്കാരിൻ്റെ വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ പരാതി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചാനലിൽ വ്യൂവേഴ്സ് ഇല്ലാത്തതെന്ന് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് നമുക്ക് വ്യൂവേഴ്സ് ഇല്ലാതിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ ചിന്തിക്കുക. അങ്ങനെ നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചോ. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസിയാണ്. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ മൈൻഡ് എണീറ്റ് രാവിലെ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഉറക്കത്തിന് എണീറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ആദ്യം മാറ്റണം. അതായത് നമ്മൾ ഡെയിലി വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഡെയിലി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴേ യൂട്യൂബ് നമ്മളങ്ങനെ പൊന്തിച്ചുകൊണ്ടിരുള്ളൂ. അല്ല നമ്മളിപ്പോൾ ഒന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും, പിന്നെ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ യൂട്യൂബിൽ ഈ ചങ്ങായിക്ക് ഇതിനൊന്നും വെറുതെ ഓന് എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടുക എന്നുള്ള ഒരു മൈൻഡ് യൂട്യൂബിന് തന്നെ ഓട്ടോമാറ്റിക് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തോ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ എന്ത് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരാളെ വീഡിയോ കണ്ട് ഞാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഞാനങ്ങനെ ഇറങ്ങിപ്പോന്നതിന് ശേഷം എന്ത് ചെയ്യാണ്, പിറ്റേന്ന് അയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്, അങ്ങനെ പിറ്റേന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോം പേജിലാണ് അയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആ ചാനലിൽ കയറിയിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമോ, അങ്ങനെയാണ് വ്യൂവേഴ്സ് കൂടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് വീഡിയോ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ്റാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല കണ്ടൻറ്റ് ഇടണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ യൂട്യൂബിൽ ഓടിച്ചടച്ച പഴയ കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവന്നാണ് കുത്തിപ്പൊക്കി പിന്നെ അതന്നെ ഇട്ടിട്ട് കാണൂല ഗൈസ്, ആരും വീഡിയോ കാണൂല ഗൈസ്. നമ്മൾ എന്താ വെച്ചാൽ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ കൊടുന്നുകൊണ്ട് യൂട്യൂബിലേക്ക് ഇങ്ങനെ ഇടണം. അപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആവും, അത് കാണും. അല്ലാതെ വെറുതെ പണ്ടത്തെ കാര്യമൊക്കെ ഇങ്ങനെ തള്ളി വിട്ട് ആൾക്കാർ ഓടിച്ചടച്ച സാധനമൊന്നും കൊടുന്നിട്ടിട്ട് യൂട്യൂബിൽ കണ്ടോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കണ്ടൻറ്റുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അത് വെറൈറ്റി ആൾക്കാർ നമ്മളെ എന്താ പറയുക ഇൻട്രസ്റ്റ് ആക്കണം എന്തെങ്കിലും സംഭവം കൊണ്ടുവരണം. ഇപ്പോൾ 2 സൈറ്റ് യൂട്യൂബിൽ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു പുതിയ യൂട്യൂബർ ഉണ്ട്, അർജുൻ. എങ്ങനെ അർജുന് പെട്ടെന്ന് ക്ലിക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ട്രോളിനാണ് അവന്. ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറുതെ ഇങ്ങനെ എന്താ പറയുക മറ്റുള്ളവരെ റോസ്റ്റ് ചെയ്യുക, റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് മലയാളീസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ആ വീഡിയോ ആൾക്കാർ വല്ലാതെ കാണും. ടെക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ടെക്കൊക്കെ കണ്ട് ആൾക്കാർക്ക് ചടച്ച സംഭവമാണ്. അപ്പോൾ അതൊക്കെ മാറ്റിപ്പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഈ റിയാക്ഷൻ എനിക്കൊന്നുണ്ട് അക്ഷയ ബ്ലോഗർ അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ ഈ എന്ത് ചെയ്യണത്, വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ റിയാക്ഷൻ വീഡിയോ ആണ്. പിന്നെ ട്രോളന്മാർ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ട്രോൾ കുറച്ചുണ്ടായാലും ആൾക്കാർ കാണും. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ആൾക്കാർ കണ്ടോണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രോൾ ഇങ്ങനെ പിന്നെ ഹിറ്റായി വരുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ അത് വെറും 3-4 ദിവസം കൊണ്ടൊക്കെ എന്താ പറയുക 4 ലക്ഷം 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഓരോരുത്തർ വാരി കൂട്ടുന്നത്. ഈ പല ചാനലും നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു 5 കൊല്ലമൊക്കെ
യൂട്യൂബിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേങ്കിൽ 1-2 വർഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു എന്താ പറയുക 5 ലക്ഷമോ അല്ലെങ്കിൽ 1 മില്യണൊക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടാകും. ചിലപ്പോൾ പിന്നീട് കണ്ടെയും പോക്ക് വളരെ തള്ളു വണ്ടി ആണല്ലോ അങ്ങനെ തന്നെ കാരണം അത് ഒരു ആവറേജ് പോക്ക് ഉണ്ടാവുള്ളൂ. ചില സമയത്ത് എന്താ പറയുക അങ്ങോട്ട് അടിച്ച് കയറും. അതാണ് യൂട്യൂബിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ നല്ല കണ്ടൻറ്റ് എന്താ തിരഞ്ഞു പിടിക്കുക അത് തന്നെ ഇടുക. ഓക്കെ. പിന്നെ ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തു നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പൊറാട്ട ഉണ്ടാക്കണ എങ്ങനെ, പത്തിരി എങ്ങനെ, ചപ്പാത്തി ഇങ്ങനെ, ചിക്കൻ കറി ഇങ്ങനെ, മറ്റേത് മട്ടൻ, അങ്ങനെ പല സംഭവങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഒരു 50 വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ ചില വീഡിയോ ഒക്കെ കുറച്ച് ആൾക്കാർ വ്യൂവേഴ്സ് കൂടി വരും ചില വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ വീഡിയോ വേറെ എടുക്കുക. ഏതാ വീഡിയോക്കാണ് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വ്യൂ ചെയ്തിട്ടില്ല ആ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിന് എന്താ പറയുക അത് സമാനമായിട്ടുള്ള മറ്റൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പൊറാട്ട എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ കുറേ ആൾക്കാർ കണ്ടു. ഇപ്പോൾ സപ്പോസ് പുതിയൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ 1000, 2000, 3000 ആൾക്കാർ കാണും. അപ്പോൾ എന്താണ് ഉസാറാണ് ഈ വീഡിയോ കുറച്ചൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരം തട്ടാ ഹൈദരാബാദി പൊറാട്ട എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതിന് എന്താ പറയുക അതിന് സംബന്ധമായിട്ടുള്ള അതായത് അത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും ആ വീഡിയോൻ്റെ താഴെ ഈ വീഡിയോ സജസ്റ്റ് വീഡിയോയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആൾക്കാർ വാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗെയ്സ് വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ നമ്മൾ ആ വീഡിയോ തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ അതിൻ്റെ ടാഗ് കറക്റ്റ് അല്ലേക്കാരം, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, തമ്പനയിൽ ഇതൊന്നും ക്ലിയർ അല്ലേക്കാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ ഒന്നും വലിക്കണില്ല എന്നൊക്കെ കാണുക. അതായത് തീരെ വീഡിയോ ഓടുന്നില്ല. അങ്ങനത്തെ വീഡിയോ ഒക്കെ എന്ത് ചെയ്യാണ് നമ്മൾ വീഡിയോ കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിൻ്റെ കാർഡ് ഉണ്ടല്ലോ, കാർഡിൽ എൻഡ് സ്ക്രീനിൽ കൊണ്ടിട്ട് നമ്മൾ ഈ പോവാത്ത വീഡിയോ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ തമ്പനയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കുറച്ചൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചൊക്കെ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് അതിനെക്കുറിച്ചാണ് കുറച്ചങ്ങോട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക ഒന്നുകൂടെ സെറ്റപ്പ് ആക്കിയിട്ട് രണ്ടാമത് ഇങ്ങനെ തള്ളിവിടുക. അങ്ങനെ തള്ളിവിടുന്ന സമയത്ത് എന്താവും യൂട്യൂബ് പിന്നെ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് ചിലപ്പോൾ ആ വീഡിയോ നമ്മൾ വേറെ വീഡിയോ ക്ലിക്കാണ് സമയത്ത് ഈ വീഡിയോ പിന്നീട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ഹിറ്റായി വരും. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ പ്രത്യേകത. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടതിൻ്റെ പ്രതിഫലം അതായത് അതിൻ്റെ ഒരു ഗുണം നമുക്ക് പിന്നീട് ഇപ്പോൾ ഇന്ന് ഈ ഒരു മാസം ചെയ്തതിൻ്റെ എന്താ പറയുക ഗുണം നമുക്ക് അടുത്ത മാസം അതിൻ്റെ പിറ്റത്തെ മാസമൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഗൈസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ആകെ ചെയ്യുക എന്താണ് എല്ലാവരും യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റ് ഇങ്ങനെ വിടും. അതുകൊണ്ട് എന്ത് കാര്യമാണ് ഗൈസ് ഉള്ളത്? 1000 ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മൾ വലുതും സബ്സ്ക്രൈബ് ചെയ്തു, ഓല് നമ്മളെ വീഡിയോ കാണൂല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമില്ല ഗൈസ്, വെറുതെയാണ് നമ്മൾ സബ് ചെയ്യുന്നത് ഒരു കാര്യമല്ല, ഒരു മെച്ചമല്ല. കാരണം ഓല് നമ്മളെ വീഡിയോ ഒന്നും കാണില്ല, നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഓല് വീഡിയോ എന്ത് ചെയ്യണേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എന്താ പറയുക നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ നിങ്ങളെ വീഡിയോ വ്യൂ കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് വേറൊന്ന് പറയുന്നത്, നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ മാക്സിമം പല സ്ഥലത്തും കൊണ്ടിട്ട് നമ്മളെ വീഡിയോൻ്റെ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ പല വാട്സപ്പിലൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഓന് പിരാന്തനാണ് വട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു 5-10 ഷെയർ ഒക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. ചില സമയത്ത് ഇപ്പോൾ നമ്മൾ 10 വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓല് അത് ക്ലിക്ക് ചെയ്ത് നോക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്താണ്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ വീഡിയോ എന്ത് ചെയ്യും ഒരു വാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വ്യൂവേഴ്സ് കൂടി വരും, സബ്സ്ക്രൈബേഴ്സും കൂടി വരും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ടൈമിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, എന്താ പറയുക നമ്മൾ നല്ല കണ്ടൻറ്റൊന്നും നല്ല കൊടുക്കുന്നത്, പഴയ ഓടിച്ചടച്ച കണ്ടൻറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ എവിടെയും പോയിട്ട് ഷെയർ ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയുക ഇങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഒരു മൈൻഡില്ല. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ വീഡിയോ ഇടണം, സബ്സ്ക്രൈബേഴ്സ് വേണം, എല്ലാവരോടും പോയി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഗൈസ്. നമ്മൾ എന്ത് ചെയ്യുക യൂട്യൂബിൽ ഹാർഡ് വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താണ് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്